വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ആദർശേട്ടനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനൊരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് ആദർശേട്ടൻ വന്നതല്ലേ, അപ്പോൾ ഞാൻ പത്തിരി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പത്തിരിക്കുള്ള വെള്ളം തിളയ്ക്കുന്നുണ്ട്. ഞാൻ വേഗം പത്തിരി സെറ്റാക്കട്ടെ കേട്ടോ. പത്തിരിയുടെ സംഭവം നമ്മളിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ പോയിട്ട് അപ്പോൾ പത്തിരിയുടെ പൊടി ഞാൻ അവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അത് ചൂടാറിയിട്ട് വേണം നന്നായിട്ട് കൈ കൊണ്ട് കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്ക് ഞാൻ പോയിട്ട് പല്ലേക്കിട്ടെ. ഞാൻ പല്ല് വെച്ചിട്ടില്ല. ആദർശമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ പത്തിരിയുടെ മറ്റേ ബോൾസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ പെട്ടെന്ന് കഴിയും. ഇത് ചടപ്പടയിൽ നിന്ന് പെട്ടെന്ന് ഇപ്പോൾ പത്തിരി ഉണ്ടാക്കി കഴിയും. ആദർശം കുളിക്കാൻ പോയിക്കായിരുന്നു. അപ്പോൾ ഞാൻ കുളി കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഉണ്ടാക്കി കൊടുക്കട്ടെ കേട്ടോ. പുറത്തേക്ക് അങ്ങോട്ട് പോവാണ്ട് പറഞ്ഞു. പിന്നെ നമ്മൾ ഇന്ന് കൊറിയർ അയക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വിന്നറിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ആദർശമായിട്ട് ഇന്ന് പുറത്ത് പോയി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ചക്ക് കഴിഞ്ഞിട്ട് കൊറിയർ അയക്കാൻ പോകണം. നമ്മുടെ എന്താ ഗിവ് അവേ വിന്നറുടെ ഗിഫ്റ്റ് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അവർ ഇന്നലെ രാത്രിയാകുമ്പോൾ തന്നെ നമുക്ക് അഡ്രസ്സൊക്കെ അയച്ചു തന്നിട്ടുണ്ടായി. അപ്പം അന്ന് അവർക്കത് സെൻഡ് ചെയ്ത് കൊടുക്കണം. ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഗിവ് അവേ കിട്ടാത്തവരൊന്നും വിഷമിക്കണ്ട കേട്ടോ. നമുക്ക് എന്തായാലും ഇനി അടുത്തൊരു ഗിവ് അവേ എന്തായാലും പെട്ടെന്ന് തന്നെ ഇടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാൻ വേഗം സെറ്റായി. ഇതൊക്കെ ഉരുട്ടി കഴിഞ്ഞു. ഇനി ഇത് വേഗം പരത്തുക ചൂടാ, അത്രേ ഉള്ളൂ. അപ്പോഴേക്കും ഇത് ആദർശേട്ടൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ആദർശേട്ടൻ്റെ അടുക്കളയ്ക്ക് വന്നു കേട്ടോ. ആദർശേട്ടൻ്റെ കുളി കഴിഞ്ഞാലും തല തോർത്തന പരിപാടിയില്ല ഗൈസ്. തലയിൽ എപ്പോഴും വെള്ളം ഉണ്ടാവും കേട്ടോ. പിന്നെ ഇത് ഞാൻ പത്തിരി ചുട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദർശേട്ടൻ്റെ ഫേവറേറ്റ് ആണ് പത്തിരി. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ എന്തായാലും പത്തിരി ഉണ്ടാക്കി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായി. ബീട്രൂട്ടിൻ്റെ ഉപ്പേരി ഉണ്ടാക്കി കണ്ടപ്പോൾ ഞാൻ പിന്നെ ചോറ് എടുത്തോട്ടെ. എൻ്റെ ഫേവറേറ്റ് ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അമ്മമ്മയും ആദർശേട്ടനും ഇതേ ഇവിടെ ഇരുന്നിട്ട് പത്തിരി കഴിക്കുന്നുണ്ട്. പത്തിരിയും ഗ്രീൻ ബീൻസ് കറി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ ടി വി ഒക്കെ കണ്ടിട്ട് ഞങ്ങളിതേ ഭക്ഷണമൊക്കെ കഴിച്ചു. പുറത്ത് പോവാൻ പോയ ആളിതൊക്കെ എടുക്കുന്നു. ഭക്ഷണം കഴിച്ച് ക്ഷണിച്ച് പത്തിരി കഴിച്ചപ്പോ നമ്മുടെ കനാലൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഗൈസ് അപ്പോൾ ഞങ്ങൾ ഹെൽത്തിക്ക് ഒന്ന് പോയിട്ട് വരാം. എനിക്ക് വെച്ചെങ്കിൽ 2 ദിവസമായിട്ട് നല്ല തുമ്മലുണ്ട്. അപ്പോൾ അതൊന്ന് കാണിക്കണം. അപ്പോൾ ഞങ്ങളുടെ ഡോക്ടർ ഉണ്ട് അവിടെ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. നമ്മോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഗൈസ്. ഗൈസിൻ്റെ കാര്യമുണ്ടാവും. ഗൈസ് ഇവിടെയാണ് നമ്മുടെ ഹെൽത്ത് സെന്റർ കേട്ടോ. നമ്മുടെ വിഷ്ണുവിൻ്റെ അമ്പലം. നമ്മുടെ കല്യാണം കഴിഞ്ഞത് ഇവിടെ കേട്ടോ. അല്ലല്ല, കുറച്ചുകൂടി പോകണം. ഞങ്ങളുടെ വലിയച്ഛൻ്റെ വീടിൻ്റെ വഴിയാണ് കേട്ടോ ഇത്. ഇതല്ല, കുറച്ചുകൂടി പോണം. മുഖമൊക്കെ ആകെ ഇതായിട്ടുണ്ട്. ഇന്നലെ തുമ്മി ആകെ സൈഡായി പോയി. ഇതാണ് എന്റെ വലിയച്ഛന്റെ വീട്. നമുക്ക് നടന്നിട്ട് വരാറുണ്ട്. നമ്മളിത് അവിടെ എത്തിയിട്ടാ. ഇതാണ് നമ്മുടെ ഹെൽത്ത് സെന്റർ. ഇവിടെ കാട് പിടിച്ച പോലെയല്ലോ. ഞങ്ങൾ ചെറിയ കുട്ടിയൊക്കെ ആകുമ്പോൾ ഇങ്ങോട്ട് തന്നെയാണ് വരാറ് എല്ലാത്തിനും. സ്വന്തം പേര് മാത്രം കാറിന്റെ പുറകിൽ എഴുതി വെച്ചേക്കുന്നു. ലെഡിഫോൺ പൈസ. അപ്പൊ ഞങ്ങള് അവിടെ പോയി കാണിച്ച് ഇനി തിരിച്ച് വീട്ടിൽ പോവാനുണ്ടാവും. നരച്ചു മുടിയൊക്കെ എന്റെ കാൽസ്യം കുറവാ തോന്നുന്നു പൈസ. സമയം എത്രയായി? 11:30 ആയിട്ടാ. നമ്മൾ വീട്ടിലെത്തി ഗൈസ്. ഓക്കെ ഇതൊക്കെ ക്ലീനായി. അമ്മമ്മേനോട് ചെങ്ങി വെറുതെ ഇരിക്കാൻ പറഞ്ഞ അമ്മമ്മ തീരെ കേൾക്കില്ല. എന്തെങ്കിലുമൊക്കെ കുത്തിപ്പറക്കിയിട്ട് നിൽക്കൂട്ടോ. അപ്പൊ ഞാൻ അമ്മമ്മേനെ ഭീഷണിപ്പെടുത്താണ്. ഞാൻ അപ്പൊ അത് വീഡിയോ എടുത്തിട്ട് ഇടും. അമ്മമ്മക്ക് വീഡിയോ ഇടുന്നതൊന്നും ഭയങ്കര ചടപ്പാണ് കേട്ടോ, ആൾക്കാർ കാണുന്നൊക്കെ പറഞ്ഞിട്ട്. അതിന്റെ ഇടയിൽ കാക്ക കറണ്ടിന്റെ കമ്പിയമ്മ കൂട്ടിയിടിച്ചിട്ട് അവിടെ ആകെ പൊട്ടിത്തെറിച്ചിട്ട് തീയൊക്കെ പാറ കിടന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ വീട്ടിലത്തെ കറണ്ടൊക്കെ പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ തന്നെ വരും എന്നൊക്കെ വിചാരിച്ച് നിൽക്കാൻ കേട്ടോ. കാക്ക വന്നിരുന്നതാ കേബിളിന്റെ ലൈനിന്റെ മുകളിൽ കൂടെ ആകെ പൊട്ടിത്തെറിച്ച് സത്തുണ്ടാവണം. എന്തോ കൂടെ വീഴുന്നു ഞാൻ കണ്ട്. ഗൈസ് ആദർശയുടെ ഇപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ വരും.
ഞാനത് വെറുതെ ഇങ്ങനെ പോസ്റ്റ് അടിച്ച് ഇങ്ങനെ ഇരിക്കുന്നു ഇവിടെ. ഞാനപ്പോൾ ചോറിനാൻ പോകാൻ കേട്ടോ. അപ്പം അവിയലുണ്ട്, ബീട്രൂട്ട് ഉപ്പേരി ഉണ്ട്, മുളക് വറുത്തതുണ്ട്, പിന്നെ ഇതിൽ ഗ്രീൻ ബീൻസ് കറി ഉണ്ട്, ഇതിൽ ഇന്നലത്തെ മീൻ കറി ഉണ്ട്, കുറേ ഉണ്ട്. എനിക്ക് ഇതുണ്ടെങ്കിൽ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ചെറുതായിരുന്നു നീണ്ടത് വരക്കാവുണ്ട്. ബുക്ക് കിട്ടി കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓ പാവം. അപ്പം ഞാൻ ചോറിനാണ് ഇപ്പോൾ ഗ്രീൻ ബീൻസ് കറിയും അവിയലും പിന്നെ ഉപ്പേരി ആട്ടെ ഞാൻ അടുത്തുണ്ടായിരുന്നത്. ഇപ്പോൾ കുറേ കറികൾ കൂട്ടിയേക്കെ. മീൻ കറി ഞാൻ എടുത്തില്ല, ഇത് മാത്രം കൂട്ടി ഇനി ഫുഡ് കഴിക്കട്ടെ. ഇല്ല പറ്റൂല. നല്ല പുളിയുള്ള മോരൊക്കെ എപ്പോൾ ഉണ്ടാക്കി കൊടുത്തോ? അമ്മയ്ക്ക് അമ്മ ഇതൊക്കെ ഉണ്ടാക്കുക. കുറച്ചും ചോറ് കിട്ടേ. അവിയൽ കുഴങ്ങ അവിയൽ ഇഷ്ടമല്ലോ. അല്ല ഞാനൊക്കെ മനുഷ്യട്ടൻ ചവയ്ക്കേ മനുഷ്യട്ടൻ ഒരു വട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കാം അമ്മ. ഞാൻ അത് ചെറുതാ. അതിൻ്റെ ഇടയിൽ ആദർശയുടെ അമ്മമ്മയുടെ അടുത്ത് മീട്ട ചവയ്ക്കാൻ പറയട്ടോ. മീട്ടാന്ന് വെച്ചാൽ നമ്മൾ ഹിന്ദിക്കാരൊക്കെ എന്താ കൊടുക്കുന്ന സംഭവിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. അപ്പം അമ്മമ്മനെ വെറുതെ കളിയാക്കാൻ കേട്ടോ. അമ്മമ്മ ഈ മറ്റേ മുറുക്കണതിന് പകരം അതൊക്കെ ഒന്ന് ചവയ്ക്കുക, അപ്പോൾ നല്ല വൈബാവും എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മമ്മനെ ഇരുന്ന് കളിയാക്കാൻ കേട്ടോ. ആദർശയുടെ അമ്മമ്മനെ ഭയങ്കര കാര്യമാണ് കേട്ടോ. അമ്മമ്മയ്ക്ക് ചോറ് വാരി കൊടുക്കുക, അങ്ങനെ ഭയങ്കര. അതൊന്നും വീഡിയോ എടുക്കാൻ അമ്മമ്മ സമ്മതിക്കില്ല. അമ്മമ്മ വീഡിയോ എടുക്കാനുണ്ടെങ്കിൽ അപ്പം പറയും, അയ്യോ എന്നെ നാളം കെടുത്താണ് അവർ. അമ്മമ്മനെ വിളിച്ചിട്ട് ഓരോരുത്തർ പറയും വീഡിയോയിൽ കണ്ടു എന്നൊക്കെ. അപ്പം അമ്മമ്മയ്ക്ക് അതൊക്കെ ഭയങ്കര നാണക്കേടാ, ഭയങ്കര ചടപ്പാണ് കേട്ടോ. അപ്പോൾ ആദർശാൻ്റെ അച്ഛൻ അമ്മമ്മമാരെന്ന് വെച്ചാൽ ഭയങ്കര ഇതാ. ഇപ്പം ഞങ്ങളുടെ അമ്മമ്മ അച്ഛങ്ങ, വയനാട്ടിലെ ഞങ്ങളുടെ അമ്മമ്മ അച്ഛങ്ങ അതിനെ കടിക്കുക, പിച്ചുക, നുള്ളുക, അതൊക്കെ ചെയ്യും. പിന്നെ തലമുടി മസാജ് ചെയ്യിപ്പിച്ചു കൊടുക്കുക. അതാണ് ആദർശാൻ്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ അമ്മമ്മ. അമ്മമ്മേനെ കണ്ടു വെച്ചെങ്കിൽ തല മസാജ് ചെയ്ത് കൊടുക്കണം, കാല് മസാജ് ചെയ്ത് കൊടുക്കണം, ഓരോന്ന് പറഞ്ഞ് ഇതിൻ്റെ പിന്നാലെ നടന്ന് ചൊറിഞ്ഞ് ഉറപ്പിക്കലാണ് ആദർശാൻ്റെ മെയിൻ ഹോബി കേട്ടോ. അമ്മമ്മേനെ നന്നായി സ്നേഹിക്കും ചെയ്യും, അതേപോലെ അതിനിട്ട് നന്നായി പറയും ചെയ്യും. ലാസ്റ്റ് ഇതേപോലെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയും ചെയ്യും കേട്ടോ. പക്ഷേ ഇത്തരം പ്രവൃത്തികൾ എൻ്റെ അമ്മമ്മയുടെ അടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പേരുണ്ട് കേട്ടോ. അമ്മമ്മനെ നന്നായി ചൊറിയും, നന്നായി കടിയാക്കൊക്കെ ചെയ്യും കേട്ടോ. പക്ഷെ മേല് വേദനയാക്കാൻ കുറച്ച് പേരുണ്ട് കേട്ടോ. അത് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് നിൽക്കുള്ളൂ. മറ്റേത് സ്വന്തം അമ്മമ്മയാണല്ലോ, അതിന് പിന്നെ എന്ത് ചെയ്താലും നോ പ്രോബ്ലം, അങ്ങനെയാണല്ലോ. ചെറുപ്പം തൊട്ടേ ഇതായതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്വന്തം തോന്നുമ്പോൾ നമ്മൾ എന്ത് വേണമെങ്കിൽ ഇഷ്ടത്തിന് ചെയ്യുമല്ലോ. ആ ഒരു ഇതാണ് കേട്ടോ. അങ്ങനെ ഇത് അമ്മ ഐസ്ക്രീമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ തേച്ചപ്പുള്ളപ്പോൾ കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ സിപ്പൊക്കെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഇരുന്ന് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനും ആദർശനും ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. ഞാൻ കുറേ നാളായി പുറത്തേക്ക് ഇറങ്ങാതെ വീടിനകത്ത് തന്നെ ഇരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ആദർശയുടെ വന്നാലാണ് എനിക്കൊന്ന് പുറത്തേക്ക് ചാടാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങിയതാണ് കേട്ടോ. വണ്ടി എടുത്തിട്ട് ഇങ്ങനെ നടന്നതാണ് കേട്ടോ. വെറുതെ അങ്ങനെ ഇങ്ങോട്ടൊക്കെ അങ്ങനെ പോയി. പിന്നെ ഇതൊരു സോഡ സർബത്ത് ആദർശയുടെ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കുടിക്കാൻ നിൽക്കാണ്. ആദർശയുടെ ഇപ്പുറത്തുണ്ട് കേട്ടോ. എന്തേ അങ്ങനെ നമ്മളൊരു 6:30 വീട്ടിലെത്തിയപ്പോഴും ഇപ്പോഴും വീട്ടിൽ കറണ്ട് വന്നിട്ടില്ല കേട്ടോ. ഒരു 11:30 ആകുമ്പോൾ പോയതായിരുന്നു. നമ്മൾ KSEBക്ക് ആ സമയത്ത് 2-3 വട്ടം വിളിച്ചപ്പോഴൊക്കെ ബിസി ആയിരുന്നു. പിന്നെ നമ്മളത് അവിടെ വിട്ടു കേട്ടോ. അങ്ങനെ ഇപ്പോൾ വീട്ടിലേക്ക് കയറി വന്നപ്പോഴും കറണ്ട് ഇല്ല കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും വിളിച്ചുകൊണ്ടിരുന്ന് അങ്ങനെ അവർ കോൾ എടുത്തു. പിന്നെ നമ്മൾ അപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചീനെ കൊണ്ട് ഞങ്ങളുടെ വീടും അത് ഞങ്ങളുടെ വീടിൻ്റെ ബാക്കോട്ടുള്ള വീട്ടിലേക്ക് മാത്രമായിട്ട് കറണ്ട് ഇല്ലാത്തതുള്ളൂ. അപ്പം അച്ഛനും വന്നിട്ട് അപ്പോൾ അപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചിയൊക്കെ വിളിച്ചു. അപ്പോൾ അവർ നല്ല ചീത്ത പറഞ്ഞു, നിങ്ങൾ 11:30 കറണ്ട് പോയിട്ട് എന്ത് ഇത്ര നേരം വൈകിയേ, വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വിളിച്ചുകൊണ്ടേ ഇരിക്കണം, കറണ്ട്
പോയിട്ട് 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ കറണ്ട് എന്തായാലും വരും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവരെ വിളിച്ച് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമുക്ക് കറണ്ടൊക്കെ പെട്ടെന്ന് തന്നെ വന്നു കേട്ടോ. നമ്മളിത് മുന്നേ ചെയ്താൽ മതിയായിരുന്നു, പക്ഷെ ഞങ്ങൾ പുറത്ത് പോയി കാരണം ഞങ്ങളത് വലിയ കാര്യമാക്കിയിട്ട് എടുത്തില്ല കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും കറണ്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ഇതേ ഞങ്ങളെല്ലാവരും വെറുതെ ഉമ്മർത്ത് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ഓരോരുത്തരും ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുക, സംസാരിച്ചിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ആമീനെ തുറന്നു വിടും. അങ്ങനെ അതേ ആമീനെ വിട്ടപ്പോൾ ആമ ഇതേ റോഡല്ല സോറി ഗൈസ്, നമ്മുടെ ഉമ്മർത്ത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. ഇപ്പോൾ അവൾ അധികം അകത്ത് കയറില്ല. ഇപ്പോൾ അവൾക്കൊരു വൃത്തിയായിട്ട് സ്വഭാവം എന്താണെന്നറിയോ, നമ്മൾ അകത്തേക്ക് എങ്ങാനും വിട്ടു വെച്ചാൽ നേരെ ചില്ല സോഫയിൽ കയറുക, മൂത്രം ഒഴിക്കുക. അതാണ് അവളുടെ ഇപ്പോൾ മെയിൻ ഹോബി കേട്ടോ. പക്ഷെ അച്ഛൻ്റെ നിന്ന് ഇപ്പോൾ നല്ല ചീത്ത കേട്ടിട്ട് അവൾക്ക് നല്ല മാറ്റം ഉണ്ട് കേട്ടോ. ഇപ്പം അധികം വീടിൻ്റെ ഉള്ളിലേക്ക് കയറില്ല, ഉമ്മർത്ത് വരെ ഇരിക്കുള്ളൂ കേട്ടോ. കണ്ടോ, ഇതാണ് ഇപ്പോൾ അവളുടെ സ്പോട്ട്. ഇവിടം വരെ അവൾ ഇരിക്കുള്ളൂ, അതിൻ്റെ ഇപ്പുറത്തേക്ക് അവൾ അധികം കിടക്കില്ല. അപ്പം അച്ഛൻ്റെ നല്ല ചീത്ത കേട്ട് അങ്ങനെ അവളിങ്ങനെ സെറ്റായി വരുന്നുണ്ട് കേട്ടോ. ഇപ്പം എന്താ പറയുക, അച്ഛൻ്റെ അമ്മയുടെയും പെറ്റാണ് കേട്ടോ. കാരണം അമ്മ ഞങ്ങളെ പോലും മോളേന്ന് വിളിക്കില്ല, പക്ഷെ ആമീനമ്മ ആമി മോളെ എന്നൊക്കെ വിളിച്ചിട്ടാണ് നടക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളിതേ രാത്രിയാകുമ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛന് ചപ്പാത്തി തോന്നുന്നു, അമ്മ അവിടെ ചപ്പാത്തി ചൂടാണ്. പിന്നെ നമുക്ക് ഗ്രീൻ ബീൻസ് കറി, രാവിലത്തെ എല്ലാ കറികളും ഉണ്ട്. അവിയൽ, പിന്നെന്താ മീൻ പൊരിച്ചിട്ടുണ്ട്, അങ്ങനെ ഉപ്പേരി ഉണ്ട്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഇപ്പോഴച്ഛങ്ങൾക്ക് വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര മടിയായി കേൾക്കുന്നു. കാരണം ഞാൻ മറന്നു പോകും. ഇപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്ന് വെച്ചാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് എടുത്തു പോവില്ല. അതിൽ പലപ്പോഴും പല ക്ലിപ്പ് എടുക്കാനും ഞാൻ മറന്നു പോകട്ടാ. പിന്നെ അങ്ങനെ ഫുഡ് കഴിക്കാൻ വരുമ്പോഴേക്ക് അധികം വിശപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആദർശേണ്ടേന്ന് ഓരോ വായ വാങ്ങി കഴിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.